നമുക്ക് അറേസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ കാൽക്കുലേഷൻസ് കാണാം. നമുക്ക് ഐയും ജെ എന്നും പറഞ്ഞ് 2 ഇൻഡെക്സസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് കുറെ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാം. നമ്പർ ഓഫ് എലമെന്റ്സ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെ ഇൻക്ലൂഡിങ് ith ആൻഡ് jth എലമെന്റ്. നമുക്ക് ഐയും ജെ എന്നും പറഞ്ഞ് 2 ഇൻഡെക്സസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എത്ര എലമെന്റ്സ് ഉണ്ട് ഐയുടെയും ജെയുടെയും ഇടയ്ക്ക് ഇൻക്ലൂഡിങ് ith ആൻഡ് jth എലമെന്റ്. ഐ നിങ്ങൾ 1ഉം ജെ 4ഉം ആണെന്ന് വിചാരിച്ചോ. അന്നേരം ജെ മൈനസ് ഐ പ്ലസ് 1 എന്ന് വെച്ചാൽ 4 മൈനസ് 1 പ്ലസ് 1 എന്ന് വെച്ചാൽ എത്രയാ? 4. നമ്പർ ഓഫ് എലമെന്റ്സ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെ ഇൻക്ലൂഡിങ് ith ആൻഡ് jth എലമെന്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെ ഇൻക്ലൂഡിങ് ith എലമെന്റ് ആൻഡ് എക്സ്ക്ലൂഡിങ് jth എലമെന്റ് എന്ന് പറഞ്ഞാൽ ജെ മൈനസ് ഐ ആണ്. എന്ന് വെച്ചാൽ 4 മൈനസ് 1 3 ആണ് ഇവിടെ. നമ്പർ ഓഫ് എലമെന്റ്സ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെ എക്സ്ക്ലൂഡിങ് ith എലമെന്റ് ആൻഡ് ഇൻക്ലൂഡിങ് ith എലമെന്റ് എന്ന് പറഞ്ഞാൽ ജെ മൈനസ് ഐ ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെ എക്സ്ക്ലൂഡിങ് ith ആൻഡ് jth എലമെന്റ്, 2 എക്സ്ക്ലൂഡ് ചെയ്ത്. എന്ന് വെച്ചാൽ ഈ 2 എലമെന്റ്സും നമ്മൾ എടുക്കുന്നില്ല. ഐയും ജെയും പോയിന്റ് ചെയ്യുന്ന ആ 2 എലമെന്റ്സും എടുക്കുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്ത്. അന്നേരം എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ മൈനസ് ഐ മൈനസ് 1 എന്ന് വെച്ചാൽ 4 മൈനസ് 1 മൈനസ് 1 എന്ന് വെച്ചാൽ 2. ഈ 2 എലമെന്റ്സ് ആണ് ഈ 2 ഇൻഡെക്സസിന്റെ ഇടയ്ക്കുള്ളത്. ഈ 2 ഇൻഡെക്സിലുള്ള എലമെന്റിനെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ given end index of a subarray and its length, find starting index. ഒരു end index തന്നിട്ടുണ്ട്, ഒരു ലെങ്ത് തന്നിട്ടുണ്ട് ഒരു സബ്അറേയുടെ. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് ആ സബ്അറേയുടെ. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? r മൈനസ് ലെങ്ത് പ്ലസ് 1. നമുക്ക് ഈ 3, 4, 5 ഉള്ള ആ സബ്അറേ കൺസിഡർ ചെയ്യാം. നമുക്ക് end index തന്നിട്ടുണ്ട്. end index എന്ന് പറഞ്ഞാൽ r ആണ്. r ഇവിടെ 5 ആണ്. ലെങ്ത് എത്രയാ? 3. 5ഉം 3 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 5 മൈനസ് 3 പ്ലസ് 1 അത് എത്രയാ? 5 മൈനസ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 അത് എത്രയാ? 3. 3 ആണ് ഈ സബ്അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്. ഗിവൺ സ്റ്റാർട്ട് ഇൻഡെക്സ് ഓഫ് എ സബ്അറേ ആൻഡ് ഇറ്റ്സ് ലെങ്ത്, ഫൈൻഡ് എൻഡിങ് ഇൻഡെക്സ്. സ്റ്റാർട്ട് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് ലെങ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എൻഡ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. എൽ പ്ലസ് ലെങ്ത് മൈനസ് 1 ആയിരിക്കും എൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എൽ എത്രയാ? 3 ആണ്. ലെങ്ത്തും 3 ആണ്. 3 പ്ലസ് 3 6 മൈനസ് 1 5. അങ്ങനെ നമുക്ക് ഈ സബ്അറേയുടെ എൻഡ് ഇൻഡെക്സ് 5 ആണെന്ന് മനസ്സിലായി. ഫോർ അറേ ഓഫ് ലെങ്ത് n, ഫൈൻഡ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഓഫ് ലാസ്റ്റ് സബ്അറേ ഓഫ് സൈസ് k. നമുക്ക് ഒരു അറേ തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് n ആണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ ഈ അറേ കൺസിഡർ ചെയ്യാം. ഈ അറേയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഓഫ് ലാസ്റ്റ് സബ്അറേ, അവസാനത്തെ സബ്അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ സബ്അറേയുടെ സൈസും തന്നിട്ടുണ്ട്, k ആണ്. എന്ന് വെച്ചാൽ k എലമെന്റ്സ് ഉള്ള ലാസ്റ്റ് സബ്അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് വേണം കണ്ടുപിടിക്കാൻ. അത് എത്രയാ? n മൈനസ് k. ഇവിടെ നോക്കുകയാണെങ്കിൽ 6 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കെയുടെ വാല്യൂ 3 ആണെന്ന് വെച്ചോ. അതായത് 3 സൈസുള്ള ലാസ്റ്റ് സബ്അറേ എന്ന് വെച്ചാൽ ഈ 3, 4, 5. n മൈനസ് k ആയിരിക്കും ആ സബ്അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്. 6 മൈനസ് 3 എത്രയാ? 3 അല്ലേ? അങ്ങനെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 3 എന്ന് കിട്ടി ഈ സബ്അറേക്ക്. ഹൗ സബ്അറേസ് കൗണ്ട് ഇൻക്രീസസ് വെൻ എ ന്യൂ എലമെന്റ് ഈസ് ആഡഡ് ടു അറേ. നമുക്ക് 1 എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട്, അതിന്റെ സബ്അറേ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ 2 എന്ന് പറഞ്ഞ ഒരു എലമെന്റിനെ ഈ 1 എന്ന് പറഞ്ഞ അറയിലോട്ട് ആഡ് ചെയ്ത് ഇപ്പൊ നമുക്ക് 1, 2 എന്ന് പറഞ്ഞ അറേ ഉണ്ട്. 1, 2ന്റെ സബ്അറേസ് ഏതൊക്കെയാ? 1, 2, 1, 2. പണ്ടത്തെയിലും 2 എലമെന്റ്സ് കൂടി സബ്അറേസിൽ. ഇനി നമ്മൾ 3 എന്ന് പറഞ്ഞ ഒരു എലമെന്റിനെ ഈ 1, 2 എന്ന് പറഞ്ഞ അറയിലോട്ട് ആഡ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ അറേ കിട്ടി. ഈ 1, 2, 3ന്റെ സബ്അറേസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1, 2, 1, 2, 3, 2, 3, 1, 2, 3. പണ്ടത്തെയിലും 3 എലമെന്റ്സ് ആണ് ഇപ്പം കൂടിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായി? സബ്അറേയുടെ കൗണ്ട് എത്ര എണ്ണമാണ് കൂടുന്നത് പണ്ടത്തെയിലും പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ? ടോട്ടൽ ലെങ്ത് ഓഫ് ദ അറേ ആഫ്റ്റർ അഡീഷൻ ഓഫ് ദ എലമെന്റ്. അത്രയും ആയിരിക്കും സബ്അറേസിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുക.
പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 1 2 എന്ന് പറഞ്ഞ അറയിലോട്ടാ 3 എന്ന് പറഞ്ഞ എലമെന്റ് ആഡ് ചെയ്തെന്ന് വിചാരിച്ചോ. ഇപ്പൊ സബ് അറേസിന്റെ കൗണ്ട് എത്രത്തോളം ആയിരിക്കും ഇൻക്രീസ് ആയിട്ടുണ്ടാവുക? സബ് അറേയുടെ കൗണ്ട് ഇൻക്രീസ്ഡ് ബൈ 3 ഓർ ലെങ്ത് ഓഫ് 1 2 3. Given an array, find count of all subarrays having last element as part of subarray. ഈ ലാസ്റ്റ് എലമെന്റ് ഉൾപ്പെടുന്ന എത്ര സബറേസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴും ലെങ്ത് ഓഫ് അറേ ആയിരിക്കും. ഇവിടെ 4 ആണ്. ഇവിടെ ഏതൊക്കെയാണ് ആ സബറേസ്? 1 2 3 4, 2 3 4, 3 4 4. Print elements of subarrays in different lines. ഞാൻ നിങ്ങൾക്ക് ഒരു അറേ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, അത് 1 2 3 ആണെന്ന് വിചാരിച്ചു. അതിന്റെ സബറേസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1 1 2 1 2 3 2 2 3 3. ഇതിനെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ പ്രിന്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുക? 4 i in range of 0 to n ലെങ്ത് ഓഫ് ദ അറേ ആണെന്ന് വിചാരിച്ചോ. ഈ i ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഓഫ് സബ് അറേ ആണ്. 4j in range of i to n. ഈ j ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻഡിങ് ഇൻഡെക്സ് ഓഫ് സബ് അറേ ആണ്. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എലിമെന്റ്സ് ഓഫ് സബ് അറേ സ്പേസ് സെപ്പറേറ്റഡ് ആയിട്ട് പ്രിന്റ് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 4k in range i to j plus 1. Print ak end equal to ഡബിൾ കോട്ട്സിൽ സ്പേസ്. അത് കഴിഞ്ഞ് പ്രിന്റ്. ഈ പ്രിന്റ് എന്താ ചെയ്യുന്നത്? അടുത്ത ലൈനിലോട്ട് പോവാൻ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n³ ആണ്. കാരണം ഇവിടെ 3 ഫോർ ലൂപ്പ് ഉണ്ട്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. താങ്ക് യു എവരി വൺ. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആൽഗോസീലിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.